നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സങ്കീർണമാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് എന്നെല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് 9 ഹോൾ ബോഡി എന്ന അർത്ഥത്തിലാണിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഹോൾ ബോഡി എന്നെടുക്കുമ്പോഴും 2 ബോഡിയിൽ ശരീരഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഹോൾ ബോഡി എന്ന വിധത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന 9 കേസുകളാണിപ്പോൾ ഔപചാരികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള പേഴ്സൺ എന്ന് പറയാവുന്നത്. അതിൽ 5 എണ്ണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം, 5 മൃതശരീരങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 3 ബോഡി വിട്ടുകൊടുത്തിട്ടുണ്ട്. 11 ബോഡി പാർട്സ് ഓട്ടോപ്സി ചെയ്ത് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി 15 ബോഡി പാർട്ട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തരത്തിൽ ലഭ്യമായിട്ടുണ്ടത് ഓട്ടോപ്സി ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ചൂരൽമലയുടെയൊക്കെ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ DNA ടെസ്റ്റിന് ഏറ്റവും വേഗതയിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഡോക്ടർമാരും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പറ്റും എന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും അനുബന്ധ സ്റ്റാഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള നല്ല ഒരുക്കങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് പുറമെ കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം 4 ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉയർന്ന ഡോക്ടർമാരും അവരുടെ സംവിധാനങ്ങളും പൂർണ്ണമായിട്ട് ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള തുടർ ചികിത്സകൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്യൂ ആണ്. സാധാരണ ഉണ്ടാകുന്ന ഒരു ദുരന്തം പോലെയല്ല. നടന്ന് വന്നയാളാണ് വെന്റിലേറ്റ് ചെയ്യപ്പെട്ടത്. നടന്ന് ഇങ്ങോട്ടെത്തിയ ആളാണ് വെന്റിലേറ്റ് ചെയ്യപ്പെട്ടത്. ഞാനിപ്പോൾ ഡോക്ടർമാരെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. ICUവിൽ 10 പേരാണിപ്പോൾ ഉള്ളത്, ICUവിൽ. അതിലൊരാൾക്ക് ഒരു പ്രൊസീജിയർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, സർജറിയുടെ. വളരെ കൃത്യമായി ആ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇന്ന് രാവിലെ 10 മണിക്ക് അടിയന്തരമായ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഓൺലൈനായി. ക്യാബിനറ്റ് യോഗത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനം എടുക്കും. സംഭവം നടന്ന ഉടനെ തന്നെ മന്ത്രിമാരും ജനപ്രതിനിധികളും കക്ഷിഭേദമില്ലാത്ത വിധത്തിലുള്ള ജനപ്രതിനിധികളും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഡോക്ടർമാരും അടക്കം നല്ല ഏകോപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്.